സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളടക്കം അല്ലെങ്കിൽ ഈ ഒരു മാസം മുഴുവനായിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരു വിഷയമുണ്ടായിരുന്നു അല്ലേ? എന്ത് വിഷയമാണ്? വയനാട് ടൗൺഷിപ്പ്. വയനാട് ടൗൺഷിപ്പിന്റെ പേരിൽ ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന കൊള്ളരുതായ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ ചർച്ച, ഒരു ചാനൽ തന്നെ അതിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ചർച്ചകളുമായിട്ട് രംഗത്തേക്ക് വന്നു. ഏത് ചാനലാണ്? റിപ്പോർട്ട് ചാനൽ. റിപ്പോർട്ട് ചാനൽ സ്മൃതീശനും കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന സ്മൃതീശനുമൊക്കെ രംഗത്തേക്ക് വന്നിട്ട് മെഴുകിയത് ഈ വയനാട് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഇടതുപക്ഷ സർക്കാർ കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങളാണ് ഇതൊക്കെയെന്നാണ്. എന്നിട്ട് എവിടെയാണ് വീടല്ലേ, വീട് പണിതതിൽ പലയിടത്തും അപാകതകളാണ്, വീടിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊണ്ടുവന്നു. അത് വീട്ടുടമയായിട്ടുള്ള നൗഫൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂട്ടുപിടിച്ചുകൊണ്ട്, ഒരാളെ ഈ പറയുന്ന കൊങ്ങികളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാളെ കൂട്ടുപിടിച്ചുകൊണ്ട് പലതരത്തിലുള്ള മെഴുകലുമായിട്ടും സ്മൃതീശൻ്റെ പല ആളുകളും രംഗത്തേക്ക് വന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കളിയാക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഏകദേശം അത് തന്നെയാണ്. അങ്ങനെ നൗഫൽ വന്നിട്ട് എന്തൊക്കെയോ മെഴുകുന്നുണ്ട്. നൗഫലിൻ്റെ വീട്ടിൽ വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ട്, ഒരു വരയുണ്ട്, നേരിയൊരു വര, വിണ്ട് കീറിയ വരയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ ആ വരയൊക്കെ റവന്യൂ മന്ത്രി കെ രാജൻ അവിടെ ചെന്നിട്ട് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ വരയല്ല, ആ ഒരു വിള്ളൽ അങ്ങ് മാറിക്കിട്ടി. അപ്പോൾ ശരിക്കും ഉണ്ടായിരുന്ന കുരുപൊട്ടലിൻ്റെ ആക്കവും വീക്കവും ശരിക്കും അങ്ങോട്ട് കൂടി. ആർക്കാണ്? സ്മൃതീശനും അതേപോലെ തന്നെ റിപ്പോർട്ടർ ടിവിക്കും. അങ്ങനെ അത് മായ്ച്ചു കളഞ്ഞപ്പോൾ നൗഫലിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പുതിയൊരു കഥയുമായിട്ട് ഇറങ്ങി. വീട്ടിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട്. അത് മന്ത്രി കാണിച്ചിട്ടല്ല വിള്ളൽ, വേറെ പല ഭാഗങ്ങളിലും വിള്ളലുണ്ട്. പിന്നെ അത് തന്നെയല്ല, 178 വീടുകൾ പണിത് നൽകാമെന്ന് പറഞ്ഞിട്ട് പല വീടുകളുടെയും പണികൾ ആരംഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട്, തറക്കല്ലിട്ടിരിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് വന്നു. എന്നാൽ ഈ 178 വീടുകളുടെയും പണി ഏകദേശം കഴിഞ്ഞ്. ഇനി ഉള്ളത് ബാത്റൂമിലെ ചില പൈപ്പുകൾ ഫിറ്റ് ചെയ്യുക, ചിലയിടത്ത് കുറച്ച് ടേപ്പുകൾ ചുറ്റുക, അങ്ങനെയുള്ള ചെറിയ പണികളാണ്. എന്നാൽ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. അവിടെയുള്ള ആളുകൾക്ക് വീട് നൽകുന്നില്ല, വീട് അവർക്ക് എന്നത്തേക്ക് താമസം സൗകര്യങ്ങൾ ഒരുക്കും, പിന്നീട് ദിനപത്ത കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മെഴുകലുകളുമായിട്ട് വീണ്ടും സ്മൃതിയുടെ ടീമുകൾ രംഗത്തേക്ക് വന്നു. സ്മൃതിക്ക് ശരിക്കും കൈ പൊള്ളിയത് ഇടതുപക്ഷത്തിനെ പറ്റി മോശമായിട്ടുള്ള രീതിയിൽ പരാക്രമങ്ങൾ കാണിച്ചപ്പോൾ, അല്ലെ പരാതികളുമായിട്ട് മുന്നിലേക്ക് വന്നപ്പോഴാണ്. അങ്ങനെ പൊള്ളിയ കൈ അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തിനെതിരെ പുതിയ കഥകളുമായിട്ട് രംഗത്തേക്ക് വരികയാണ് വീണ്ടും ഉണ്ടായത്. എന്നാൽ ആ സ്മൃതിയുടെ അതേ കള്ളക്കഥകൾ വീണ്ടും പൊളിച്ചടുക്കിക്കൊണ്ട് തന്നെയാണ് കെ രാജൻ അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന മാധ്യമത്തിൽ വന്നിരുന്നുകൊണ്ട് ചർച്ചകൾ ചെയ്തത്. സ്മൃതിക്ക് പിന്നീട് ഒന്നും പറയാനില്ലാതെ, സ്മൃതിക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോയപ്പോൾ സ്മൃതിക്ക് പിന്നെ എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്താണ് എൻ്റെ മുന്നിലുള്ളതെന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചൊരു മാർഗ്ഗം, അല്ലെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതായിരുന്നു ഈ പറയുന്ന ലോഡ് ഷെഡിങ്ങിൻ്റെ കാര്യങ്ങൾ. എന്നാൽ അതിനും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറുപടി കിട്ടി. അന്നനാളവും വായുവും ഒക്കെ നിറയുന്ന രീതിയിലുള്ള മറുപടി കിട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണല്ലേ വാർത്തകൾ. എന്നിട്ട് ഇന്നിപ്പോൾ ഞാൻ കണ്ടൊരു വാർത്തയാണ്, റിപ്പോർട്ടർ ടി വി തന്നെ പങ്കുവച്ചിരിക്കുന്നതാണ്. വയനാട് ടൗൺഷിപ്പിലെ വീടുകളിൽ ആ വീടുകളുടെ ഉടമസ്ഥർ, അതായത് ആ വീട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന വീടാണല്ലോ, ആ വീടിൻ്റെ യഥാർത്ഥ അവകാശികൾ ആ വീടുകളിൽ കയറിയിട്ട് അതിൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത്, എല്ലാം നോക്കിയും കണ്ടുമൊക്കെ പോകുന്നതായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അത് കണ്ടിട്ട് എന്തായാലും നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. കണ്ടില്ലേ, നിങ്ങൾ ഈ സൈഡിൽ കാണുന്നതാണ് വയനാട് ടൗൺഷിപ്പിൽ ഇടതുപക്ഷ സർക്കാർ സാക്ഷാത്കരിച്ച് കൊടുത്തിട്ടുള്ള വീട്. ആ വീടുകളിലൊന്നും വെള്ളം കിനിയലോ അല്ലെങ്കിൽ വിള്ളലുകളോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങളും ഇല്ല. ആ വീടിൻ്റെ അതിലൊരു കമൻറ്റ് ഞാൻ കണ്ട, ആ ഒരു വീഡിയോയിൽ, ആ കമൻറ്റിൽ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്: പ്രതിപക്ഷമോ മാധ്യമങ്ങളോ പറയാത്തത് 100% ക്വാളിറ്റി സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കോൺക്രീറ്റ് വെള്ളം എടുപ്പ് പോയിട്ട് കനിവ് പോലും ഉണ്ടാവില്ല. മുന്നിലും പിന്നിലുമുള്ള ഡോറുകളുടെ വില അന്വേഷിച്ചാൽ മാത്രം മതി കണ്ണു തള്ളാൻ. പ്രീമിയം ക്വാളിറ്റി ഉപകരണങ്ങൾ മാത്രം ഏകദേശം 1 കോടിക്ക് മുകളിൽ ഓരോ വീടിനും വിലയിടാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. കുറേ ആളുകൾ പറയുന്നത് 178 കോടികൾ പിരിച്ചിട്ട് ബാക്കിയെല്ലാം എവിടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെഴുകുന്നത്. വേറൊരു കമൻറ്റ് ഞാൻ കണ്ടത്, സർക്കാരിന് ജനങ്ങൾ കൊടുത്ത പൈസ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നത്, അല്ലെ ആ പൈസ കൊണ്ടാണ് ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗും ചെയ്യുന്നത്. നാട്ടുകാർ കൊടുത്ത പൈസ തന്നെയാണ്, അല്ലാതെ പണക്കാട് വീട്ടുമുറ്റത്ത് മരത്തിൽ നിന്നും പറിച്ചുകൊണ്ട് വന്നുണ്ടാക്കിയതൊന്നുമല്ല. അത് തന്നെ പിരിച്ച പൈസയ്ക്ക് യാതൊരു കണക്കുമില്ല, ചിലവാക്കിയ പൈസയ്ക്കുമില്ല. സർക്കാരിൻ്റെ 1 രൂപ പോലും എവിടെ കൊടുത്തു എന്ന് ഒറ്റ നിമിഷം കൊണ്ട് ഏതൊരു സാധാരണക്കാരന് പോലും അറിയാൻ പറ്റും. എന്നാലും ലീഗുകാരുടെ തള്ളിനൊരു കുറവുമില്ല, ലീഗുകാർ തള്ളി മറിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻ്റ് ഉണ്ട്. ശരിക്കും ഇവിടെ നടക്കുന്നത് ലീഗ് തമ്മിലുള്ളതും അതേപോലെ തന്നെ ഇടതുപക്ഷ സർക്കാർ തമ്മിലുള്ളതുമായിട്ടുള്ള ഒരു പോര് പോലെയാണ്. അതായത് കുത്തിത്തിരിപ്പുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ പറയുന്നത് ലീഗ് കൊടുത്ത വീടിൻ്റെ ക്വാളിറ്റി, ആ ഒരു ക്വാളിറ്റി ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ കൊടുത്ത വീടിനില്ല. എന്നാൽ ചില ആളുകൾ പറയുന്നത് ഇടതുപക്ഷ സർക്കാർ കൊടുത്തിട്ടുള്ള വീടിൻ്റെ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വീടാണ്, ഡോറുകളുടെ വില പോലും നോക്കിയാൽ അറിയാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൺമുൻപിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം തന്നെ. ഞാനും ഒരിക്കൽ ആ വയനാട് പോയെന്ന് സന്ദർശിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം.
എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ രംഗത്തുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അത് മാത്രമാണ് ശരിയെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ മാധ്യമങ്ങൾ പറയുന്നത് ഒന്നും അത്ര ശരിയല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ പറയുന്ന ഈ വയനാട് വിഷയങ്ങൾക്ക് പിന്നാലെ നമ്മളെല്ലാവരും കണ്ടതാണ്. സ്മൃതിയുടെ പല മെഴുകലുകളും തെറ്റായിരുന്നുവെന്നും സ്മൃതിയുടെ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഇടതുപക്ഷം അടക്കമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലുള്ള അനുഭാവികൾ അടക്കമുള്ള ആളുകളെ വൃത്തികെട്ട രീതിയിൽ പരാമർശിച്ചുകൊണ്ട് കളിയാക്കാനായിട്ട് സ്മൃതി കണ്ടുപിടിച്ച മാർഗ്ഗമാണ് ജേർണലിസം എന്നുള്ളതും നമ്മൾ ഈ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ കണ്ടതുമാണ്, നമ്മൾ ചർച്ച ചെയ്തതുമാണ് അല്ലേ. എന്തായാലും ഈ ഒരു വാർത്ത വന്നതോടുകൂടി ഇടതുപക്ഷം നടപ്പിലാക്കി കൊടുത്ത വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി അത് സാധ്യമായതോടുകൂടി മാപ്രകളുടെയൊക്കെ അണ്ണാക്ക് നിറഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് പറഞ്ഞ് മെഴുകുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം കൂടിയേ ഉള്ളൂ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ അല്ലെ വേടൻ്റെയൊക്കെ വിഷയങ്ങളിൽ ഓടി വന്ന അതിജീവിതകളെയൊക്കെ പോലെ ഈ ഒരു വിഷയത്തിൽ വയനാട് വിഷയത്തിൽ വന്നിട്ടുള്ള ദുരന്ത ബാധിതനായിട്ടുള്ള നൗഫലിനെ പോലെയുള്ള ആളുകളും എവിടെയോ ഓടി മറിഞ്ഞിരിക്കുകയാണ്. അതായത് ഞാൻ എന്തുകൊണ്ടാണ് വേടൻ്റെയും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എടുത്തിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തലയുണ്ട് എന്നാൽ വാലില്ല, അല്ലെങ്കിൽ വാലുണ്ട് തലയില്ല എന്ന് പറയുന്നൊരവസ്ഥയാണ്. എവിടെ നിന്നോ വന്നു എവിടേക്കോ പോയി എന്ന് പറയുന്ന പോലെ, ദേ പോയി ധാ വന്നു എന്ന് പറയുന്നത് പോലെ ഒരവസ്ഥാന്തരമാണ് നമ്മളിവിടെ കാണുന്നത്. ആ ഒരു അവസ്ഥയിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, വന്നതിനൊന്നും പ്രത്യേകിച്ച് കഴമ്പുമില്ല, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയുമില്ല, വെറുതെ എന്തോ ഒരു പ്രഹസനം കാണിച്ചുകൊണ്ട് വെറുതെ എന്തൊക്കെയോ വന്ന് മെഴുകിയതാണെന്നുള്ളത്. ആർക്കോ വേണ്ടിയിട്ടൊന്നും നമുക്ക് വെറുതെ പറയാൻ പറ്റില്ല. തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് മെഴുകിയ നൗഫലടക്കമുള്ള വീട്ടുടമയടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകളെ എല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് സ്മൃതീശൻ്റെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു ചാനൽ ജനം TV എന്താണെന്ന് നമുക്കറിയാം. സംഘികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന സംഘികളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് സംഘികളെ ചേർത്ത് പിടിക്കുന്ന ചാനലാണ് അല്ലേ. അവർക്കൊരു ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ചാനലാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ജനം TV എന്ന് പറയുന്നത് പോലെ തന്നെ റിപ്പോർട്ടർ TVയും ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാനും കൊങ്ങികളെ ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് രംഗത്തേക്ക് വരുന്ന ചാനലായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ ഈ ചാനലിലുള്ളവരെല്ലാവരും കൊങ്ങികളല്ല, അതിൽ മിക്സ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് ഒരു കൊങ്ങി ഉണ്ടെങ്കിൽ മറ്റൊരാൾ സംഖ്യയായിരിക്കും, വേറെ ആൾ വരുന്ന കമ്മിയായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് തന്നെ പറയണം. എന്നാൽ സ്മൃതിക്ക് എന്ത് നല്ലത് കണ്ടാലും അതിൽ കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ തൻ്റെ കൺമുൻപിൽ കാണുന്നതെല്ലാം ഇരുട്ടായിരിക്കും, അല്ലെ തൻ്റെ കൺമുൻപിൽ കാണുന്നതെല്ലാം കൊള്ളരുതായ്മയായിരിക്കും. ഈ മഞ്ഞപ്പിത്തമുള്ളവൻ്റെ കണ്ണിൽ കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കും എന്ന് പറയുന്നത് പോലെ ഈ നമ്മൾ കണ്ടിന്യൂസ്ലി എന്തുകൊണ്ടാണ് സ്മൃതിയുടെ കാര്യങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ജേർണലിസ്റ്റ് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ഇങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അല്ലെ അങ്ങനെയുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് സ്മൃതി എന്ന് പറയുന്നത്. സ്മൃതി പരുത്തിക്കുരു എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും ഏകപക്ഷീയമായിട്ട് സംസാരിക്കാതെ എല്ലാ തവണയും എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കണം ജേർണലിസത്തിലിരിക്കുന്നത്. അങ്ങനെ അല്ലാത്തൊരു വ്യക്തി ഇരിക്കേണ്ട ഒരു സ്ഥലമല്ല ജേർണലിസം, അല്ലെങ്കിൽ ഒരു മാധ്യമ രംഗം എന്നൊക്കെ പറയുന്നത്. മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഈക്വലായിട്ട് സംസാരിക്കുന്ന, എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളിരിക്കുന്ന സ്ഥലമായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു അസംബ്ലി പോലെ, അല്ലെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ വട്ടമേശ സമ്മേളനം, സർക്കാർ പാർലമെൻ്റ് ഒക്കെ പോലെ ആ രീതിയിലേക്കൊക്കെ മാറും. ശരിക്കും സ്മൃതിയെ എനിക്കൊന്ന് അടുത്ത ഇലക്ഷനിൽ, ഈ ഒരു ഇലക്ഷനിൽ പരിഗണിക്കാൻ പറ്റില്ല, അടുത്തൊരു ഇലക്ഷനിൽ മേ ബി ഒരു കോൺഗ്രസിൻ്റെ ഒരു അണിയായിട്ട് അല്ലെങ്കിൽ ഒരു നേതാവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് ഇവിടെ എനിക്കിങ്ങനെ എൻ്റെ ഇങ്ങനെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയായിരിക്കും നിങ്ങൾക്കും തോന്നുന്നത്. എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും കാണാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാത്തിരുന്ന് കാണാം. സ്മൃതിയുടെ മെഴുകലുകളൊക്കെ അവസാനിക്കാൻ പോകുന്ന, അതിനൊക്കെ വിരാമം വീഴുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുടെ അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ.